അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് സ്കൂൾക്ക് പോകാൻ സ്കൂൾ കൊണ്ടുപോകാനുള്ള ഒന്നിനും വേറെ പുറത്തു പോകേണ്ട കാര്യമില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിലൊരാളും കൂടി ഉണ്ട്. ബാക്കിലാളുണ്ടാ എവിടെ പൊന്തിക്ക സ്വാഗതം. മോളൂസിന്റെ ബാക്കില് ഇമ്മന്റെ ബാക്കില് എന്താ വെച്ചാല് ഇമ്മ സീറ്റ് ബെൽറ്റ് ഇടണം ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാണ്ട് ആള് പുറകെ പോയിരുന്ന കേട്ടാ. അപ്പൊ അതിന് വേറെ കമന്റ് ഒന്നും ഇടരുത്, നല്ല കുട്ടികളാണ്, അതുകൊണ്ട് ഇരുന്ന കേട്ടാ. അപ്പൊ നിങ്ങളുടെ അടിപൊളി വീഡിയോ, ഒരു സ്ഥലം വരെ പോകണം. ബാക്കി മാള് പറഞ്ഞെടുത്താ. അപ്പൊ ഞങ്ങളിന്ന് മക്കളെ നല്ലൊരു അടിപൊളി യാത്ര പോകണേ. പോകുന്ന എവിടേക്കാ വെച്ചാല് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റില് തിരിയാപ്ര അഞ്ചുമൂല പള്ളിമൂല എന്ന് പറയും, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങോട്ട് എന്തിനാ പോകുന്ന വെച്ചാൽ നല്ല അടിപൊളി സർപ്രൈസ് തന്നെ ഉണ്ട്. എന്താ നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താ വെച്ചാല് അല്ലേ, പോവാൻ നമുക്ക് വീഡിയോയിലേക്ക്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കോണായാലും ദോഷമായാലും കമന്റിലൂടെ ഇങ്ങോട്ട് അറിയിച്ചോളി. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് സ്വന്തമായിട്ടൊക്കെ ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അവർക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഓക്കെ, ആ തിരുവേഗപ്പുറം. അപ്പൊ മക്കളെ ഞങ്ങളിത് പാലക്കാട് ഡിസ്ട്രിക്ട് കയറിയിട്ടുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാല് നമ്മള് മലപ്പുറം ജില്ല കഴിഞ്ഞു. ഇപ്പൊ അമ്പലങ്ങളൊക്കെ കഴിഞ്ഞതാ. നമ്മളെ എന്താണ് പറയാ, അഞ്ചുമല റോഡിന് തിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. പ്രത്യേകിച്ചും ചെല്ലുമ്പോൾ നമ്മളെ മലപ്പുറം ജില്ല മോശമായിട്ടല്ല എങ്കിലും കൂടിയിട്ട് അടിപൊളിയാണ്. അപ്പൊ വൈകുന്നേരം മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വൈകുന്നേരം സമയത്ത് അടിപൊളി. അതെ, നമ്മളെയൊക്കെ ഉള്ളതല്ല വേറൊന്ന് കാണുമ്പോ പ്രത്യേക രസമല്ലോ, അങ്ങനെയല്ലോ. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച, അങ്ങനെയല്ല. അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഇന്ന്. അപ്പോ വേറൊരു ജില്ലയിലെത്തി അല്ലേ, വേറെ ജില്ലയിലെത്തി പാലക്കാട്. ഇങ്ങനെ പോവാ പാലക്കാട്. എന്നിട്ട് ഞങ്ങള് പാടം ഫുള്ളെല്ലാം പാടങ്ങളുണ്ടാവും. ഉമ്മ കുച്ച് ഭി യാദ് ഹേ തും ലോഗോ. ഇമ്മക്ക് പോരുമ്പോള് ഇമ്മാന്റെ നാട്ടിൽ കട പോണെന്നുള്ള അറിയില്ലേ, പറഞ്ഞ ശേഷം ഇമ്മക്ക് മനസ്സിലായിട്ടുണ്ടെങ്കില് വണ്ടി കയറിയ മനസ്സിലായത്. അവിടെ ഞങ്ങള് വേറെ എവിടേക്കും വീട് എടുക്കാൻ പോവാണ്. അങ്ങോട്ട് പാടം വളോ അങ്ങോട്ട് പൊന്നെ വയലോരാണ്. അപ്പൊ നല്ല നാടൻ സ്റ്റൈല്, നാടൻ ഏരിയകളാണ്, നല്ല ഉൾഭാഗങ്ങളാണ്, കൂടുതൽ വീടുകളൊന്നും ഇല്ല, ഒഴിഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മള് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഭാഗങ്ങളൊക്കെ. പക്ഷെ ഇത് ഇപ്പൊ കൊറേ ഇങ്ങോട്ട് വന്നിട്ട്. ഉമ്മ എന്തെങ്കിലും ഓർമ്മകളുണ്ടാ പഴയ കാര്യങ്ങളൊക്കെ? മറന്നേ ചവിട്ടിയിൽ കൊറേ ആയി. ഇപ്പൊ മുമ്പത്തെക്കാൾ കുറച്ച് വൈകിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ നല്ല ജീവിച്ച പോയി പിന്നെ ഫുള്ള് അവിടെ ആയില്ല ജീവിതം. അതാണ് പറഞ്ഞത്. ഈ പാടത്ത് കൂടിയാണ് ഇപ്പൊ പോണേ. പാടം കഴിഞ്ഞു. അപ്പൊ ഞാൻ അധികം ദൂരമൊന്നുമില്ല, ഒരു 4-5 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് എത്തും. അറിയാതെ ചെമ്പ്ര. പണ്ട് അതെ, പണ്ട് ഉമ്മയും ഞങ്ങളും കൂടി ഈ വഴി കൂടെ ഒക്കെ ഞങ്ങളെ കൈയും പിടിച്ച് നടന്നിരുന്ന സ്ഥലമാണിത്, മനസ്സിലായ? അപ്പൊ അന്നൊക്കെ കേട്ടിരുന്നൊരു കേൾവിണ്ട്, അവിടുന്ന് ജീപ്പ് ഒപ്പിക്കോ എന്ന് പണ്ടൊക്കെ നമ്മളെ ഈ നാട്ടിലൊക്കെ. അപ്പൊ അന്ന് ഈ ജീപ്പിലെ ക്ലീനർ ഇങ്ങനെ വിളിക്കും, ചെമ്പ്രഞ്ചുമുല ചെമ്പ്രഞ്ചുമുല ചെമ്പ്രഞ്ചുമുല. ആ ചെമ്പ്രണിത്. അപ്പൊ അന്നത്തെ ആ ഓർമ്മകൾ എന്ന് വെച്ചാല് വിളിക്കും, ആ ചെമ്പറേണത്. ഇനി അടുത്തത് നാടറമ്പ് കഴിഞ്ഞിട്ടാണ് അഞ്ചുമൂല. അതെ, അഞ്ചുമൂല അടുത്ത് തന്നെയാണ് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയുണ്ട്, ക്ഷേത്രവും കാര്യങ്ങളും. ഞാൻ പോകുമ്പോ ടൗണിൽ കൂടി പോകുമ്പോ മാക്സി കട, ഡ്രസ്സിന്റെ കട, അല്ലാത്തടത്ത് കൂടി പോകുമ്പോ ഫുള്ള് മൂച്ചിമ്മ കടകളുണ്ട്. മാക്സി കട കണ്ടാ ഞാൻ അപ്പൊ കണ്ണുകൊത്തും. മാങ്ങ എങ്ങനെ ഫുള്ള് മൂച്ചിമ്മൊക്കെ നോക്കി നല്ല മാങ്ങാളോടത്തു. അപ്പൊ വീണ്ടും പാടം. ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ടല്ലേ, വല്ലാത്ത കുളം, അത്യാവശ്യം വലിപ്പമുള്ള കുളമാണ്, പെരുങ്കുളാണ്. പാടം ആ റോഡ് ഉമ്മക്കറിയാം, അമ്മ ചാടിയ കുളമാണ്. ഒരു കുറുക്കനാ നിക്കണ, കുറുക്കൻ
കുറുക്കൻ നായാണ്. നായല്ല കുറുക്കനാണ്. അല്ല നായനെ. എന്നേരം കുറുക്കൻ ഉണ്ടാവൂല. പക്ഷെ അതിന് നിർത്തം ഒരു കുറുക്കന്റെ ഒരു ചായ ഉണ്ട് ഇതിലെ മുഖൊക്കെ ചെറിയ വാലും ഇങ്ങനെ പോയിക്കൊണ്ട് തിരേപ്ര. അപ്പൊ ഈ അമ്പല അപ്പൊ ഇപ്പൊ നമ്മള് എത്തിയിട്ടുള്ളത് അല്ല. യാ അപ്പൊ നമ്മള് അമ്മമാരെ മെമ്മറി പറഞ്ഞ നമ്മളെ അപ്പ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല. ഇവന്മാരെ കണ്ടെങ്കില് മാഷാ അല്ലാഹ്. അപ്പൊ ഇമ്മി ഞങ്ങളൊക്കെ സ്കൂൾ ലീവ് വെക്കേഷൻ സമയങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ നടന്നിട്ടാണ് ഉമ്മാന്റെ വീട്ടിക്ക് പോയിരുന്നത്. അതൊന്നും മറക്കാൻ പറ്റൂല. ആ ഓട് ഫാക്ടറി ആണോ അറിയില്ല. അപ്പൊ ഈ 5 മൂല നമ്മൾ എത്തിയിട്ടുണ്ട്. 5 മൂല ഇപ്പൊ നാടൻപാണ്. ഇനി ഇതാ 5 മൂല. ഈ 5 മൂല എന്ന് വരാൻ കാരണം ശരിക്കും 5 മൂല ഉണ്ടാന്നാവും. അങ്ങനെ ഇല്ലല്ലോ, കണ്ട കാഴ്ചക്കില്ല. അപ്പൊ 5 മൂല എത്തിയിട്ടുണ്ട് നമ്മള്. 5 മൂല 3 മൂല ഇവിടെ ഒരു പഴംപൊരിയും കച്ചവടം ഉണ്ടായി, ചായ കച്ചവടം. അപ്പൊ ഈ 5 മൂലാണ് അങ്ങാടി നിങ്ങൾ കണ്ടില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. ഇവിടുത്തെ ഇന്റർലോക്ക് പൈച്ച് ഇപ്പൊ ഇവിടെ അടിപൊളിയാക്കുന്ന റോഡൊക്കെ. അപ്പൊ ഈ 5 മൂല എത്തിയിട്ട് ഇവിടെ ഒരു പഴംപൊരിയും ചായ കച്ചവടം ഉണ്ടായി. ഇമ്മാനോട് ഞങ്ങൾ എന്ത് ചെയ്യും, തിരക്കൂടി. ഇമ്മ പഴംപൊരി വേണമെന്ന്. ആ പഴംപൊരി മക്കൾ എന്റെ ഒരു കജ്ജ് നീട്ടുണ്ട്. അപ്പൊ ആ പഴംപൊരി തിരക്കൂടി ഉമ്മ വാങ്ങിയത്. ആ രുചി ഇഞ്ഞിതാ മണ്ണിന്റെ അടിയിൽ തന്നെ എത്തിയാലും മറക്കാൻ കഴിയൂല. ഫസ്റ്റ് കഴിച്ചതാണ്. കാരണം ജ്യേഷ്ഠന്മാരോടോ അല്ലെങ്കിൽ ഉപ്പാനോടോ ഒന്നും ചോദിക്കാനില്ല, എല്ലാം കൊണ്ടും ചോദിക്കാനുള്ള ഈ ഉമ്മാനോടാണ്. ഇമ്മ വാങ്ങി തന്ന് ഉമ്മാന്റെ കുടുംബക്കാരെ കച്ചവടം ചെയ്യുന്ന പൈസ ഒന്നും അവരന്ന് വാങ്ങിയില്ല, എന്റെ ഓർമ്മ. ഓക്കെ, അപ്പുറത്ത് റെയിൽവേ ആണ് കാണുന്നത്. ഈ പാടത്തിന്റെ ആ സൈഡില് റെയിൽവേ ആണ്. നല്ല അടിപൊളി മനോഹരമായ റോഡാട്ടോ. ഇന്റർലോക്ക് ഒക്കെ പതിച്ച റോഡായിട്ട് മുമ്പൊക്കെ ഇവിടുന്ന് അവിടെ നമ്മള് ഇവിടുന്ന് ഉമ്മാന്റെ വീട്ടിലൊക്കെ എത്തി തിരിച്ചു പോകുമ്പോൾ നമ്മൾ കോട്ടക്കൽ ആര്യവൈശാലിയിൽ ഒരു ചികിത്സ നേടേണ്ടി വന്നിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട, അടിപൊളി റോഡാണ്, ഫുൾ ഇന്റർലോക്കാ. ഓക്കെ, ഇവിടെ മറ്റേ പിന്നെ വേറെന്താ, ഇവിടൊക്കെ ഇഷ്ടംപോലെ പാടങ്ങൾ തന്നെ. ഇപ്പൊ ആ പാടൊക്കെ കുറെ തൂർത്ത് വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇനി അധികം ദൂരമില്ല, വളരെ കുറഞ്ഞ ദൂരമല്ലോ കേട്ടോ. ബാക്കി അപ്പൊ കാണിച്ചേട്ടാ നമ്മളോ കണ്ട ലീഗ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടാ. ഇതാണ് ചെമ്പുലങ്ങാട് പള്ളിമൂല എന്നുള്ള സ്ഥലം. ചെമ്പുലങ്ങാട്. അപ്പൊ ഈ പള്ളിമൂല റോഡാണ് ഉമ്മാന്റെ വീട്ടിക്ക് പോണ റോഡ്. ലെഫ്റ്റിക്ക് അമ്മോന്റെ വീട്ടിക്ക്. ഇവിടെ പള്ളിമൂല നിങ്ങൾ ബോർഡ് കണ്ടില്ലേ, ഇതാ പള്ളിമൂല. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിന്നെ നമ്മള് ഉദ്ദേശിച്ച ആ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, കണ്ടില്ലേ. ഓക്കെ, വീക്കോണല്ലേ, വീക്കോ നിങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് സീസൺ ടൈം ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പൊ ഈ ഷോപ്പിനോട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ വന്നത്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന വലിയ വീട് കണ്ടില്ലേ, ആ വീടാണ് നമ്മൾ വരുന്ന വീട്. അത് എളാപ്പാന്റെ മോന്റെ വീടാണ്, ഇപ്പാന്റെ അനിയന്റെ മോന്റെ വീടാണ്. ഓക്കെ, മൂപ്പരാണ്. അവള് പറയാതെ ചെന്നിട്ട് ചെലപ്പോ ഒരു ആട്ടൊക്കെ കിട്ടും, ഒരു ചീത്തൊക്കെ ഇപ്പൊ കേക്കാം. പത്തിരണ്ടോ നോക്കിയാറേ. അപ്പൊ ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഇതാ ഒരു ഈവനിങ് ചായ കുടിക്കുകയാണ്. അപ്പൊ ഞങ്ങളിത് വൈകുന്നേരമായി ചായ കുടിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ വരൂലെന്ന് പറഞ്ഞിട്ട് പോന്നാണ്. ആര് മോൾട്ടിയോ? മോൾട്ടി ഇന്നേരം പിടിച്ചത് ആ മിച്ചറ് പോക്കറ്റിൽ ഇടുന്നില്ല കുഞ്ഞോ? പോക്കറ്റിൽ ചെല്ലോ ഇവിടെ ഉണ്ടാ. അപ്പോൾ മക്കളെ ഇപ്പോൾ ഞങ്ങളുള്ളത് ബിക്കോ ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമ്മുടെ പള്ളിമൂലയിലാണ് ഈ ഷോപ്പ് ഉള്ളത്. പള്ളിമൂല എന്ന് വെച്ചാൽ നമ്മുടെ തിരേപ്ര 5 മൂല പട്ടാമ്പി റോട്ടിലാണ്. അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് വളാഞ്ചേരി റോഡാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പട്ടാമ്പി റോഡാണ് ഈ കാണുന്നത്.
ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല വിശാലമായ രീതിയിൽ വിക്കോ ബാഗ്സ് ആൻഡ് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പിഞ്ചോമന മക്കളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതാ ജൂൺ 1 ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൂൺ 1 നമ്മൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം അനുയോജ്യമായ നല്ല വെറൈറ്റി ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി സ്കൂൾ ബാഗ്, നല്ല ചിത്രശലഭങ്ങളെ പോലുള്ള നല്ല അടിപൊളി ഐറ്റംസുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഫാൻസി രൂപങ്ങളെല്ലാം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ പെന്ന് മുതൽ നോട്ട്ബുക്ക് കാര്യങ്ങൾ സ്കൂൾക്ക് വേണ്ട എല്ലാവിധ സാധനം, അതുപോലെ തന്നെ നമ്മൾ മുതിർന്ന ആളുകൾക്കുള്ള ബാഗുകൾ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്കാണ്ട് പോയി നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. നമുക്ക് ഷോപ്പിലേക്ക് പോയി നോക്കാം. അപ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട, വിക്കോ ബാഗ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, ക്വാളിറ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ അനുയോജ്യമായ വളരെ വിലക്കുറവിൻ്റെ കാര്യത്തിൽ എല്ലാം നമുക്ക് പക്കയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയി നോക്കാം. എന്നാ വരും ഇവിടെ കസ്റ്റമർ ഇന്ന് സൺഡേ ആയിട്ടും ഇഷ്ടം പോലെ കസ്റ്റമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കസ്റ്റമറെ കുറച്ച് ഇറങ്ങിയതിൻ്റെ ശേഷം എടുക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ നിൽക്കട്ടാ. കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടാ. നല്ല തിരക്കാണ് സൺഡേ ആയിട്ട് പോകുന്നത്. ഇവിടെ പൊതുവേ സൺഡേ ആകുമ്പോൾ ഇവിടെ ഓപ്പൺ അല്ല, പക്ഷേ ഇന്ന് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് പോയി നോക്കാം. വിക്കോ ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല വിശാലമായ ഷോപ്പാണ് കേട്ടോ. ഇതുകൊണ്ട് ഞങ്ങൾ വെറൈറ്റി ഐറ്റംസുകളാണ്. നല്ല അടിപൊളി പിഞ്ചോമന മക്കൾക്കുള്ള നല്ല അടിപൊളി കൊടകൾ. മഴയൊക്കെ വരികയാണല്ലോ, ഒന്നും അറിയില്ലല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ഉള്ളത് വിക്കോ ബാഗ്സ് പള്ളിമുലയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് സ്കൂൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒന്നിനും വേറെ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം മഴയാണ് വരുന്നത്, അതിനുള്ള കൊടകളായിക്കോട്ടെ നല്ല വ്യത്യസ്തമായ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള അടിപൊളി ബാഗുകൾ. അതുപോലെ ഇതാ പറഞ്ഞോളൂ. കളർഫുൾ ഐറ്റംസ് ഒക്കെ വരുന്നത്, അത്യാവശ്യം പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 3D വേണമെന്നുണ്ടെങ്കിൽ 3D വരുന്നുണ്ട്. അതെ, അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇത് പട്ടാമ്പി വളാഞ്ചേരി റൂട്ടിൽ ഇങ്ങോട്ട് പറയാം പള്ളിപ്പുറം അല്ലേ, പള്ളിപ്പുറം പള്ളിമൂലയിലാണ് ഉള്ളത്. അപ്പോൾ ഒട്ടും വൈകണ്ട, അതിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഐറ്റംസും കണ്ടില്ലേ, വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, എല്ലാ ഐറ്റംസും എല്ലാവിധ ഐറ്റംസിന് പിന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാം ഒരു കുടക്കീല്. ഓക്കെ അതെ ഓക്കെ. പിന്നെ ടൂറിസ്റ്റ് ഐറ്റംസ് അടിപൊളി ട്രാവൽ ബാഗുകൾ എല്ലാം ആയിക്കോട്ടെ. പിന്നെ നല്ല ഒരുപാട് ഇവിടെ സ്കീമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വേറെ നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ ഇല്ല ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇല്ല, ഇങ്ങോട്ടായിട്ടും അതിനോട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പൊ റീൽസ് എടുക്കലോ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇമ്മാനായിട്ടേ വന്നതല്ലേ, അമ്മക്ക് അവിടെ ഇങ്ങനെ കൊറേ നേരം നിക്കല്ലേ. പിന്നെ കുഞ്ഞാമാന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്താട്ടാ. അപ്പൊ ഞാൻ കുഞ്ഞാമാന്റെ അടുത്തുനിന്ന് കുട്ടിനെ പാലത്തുമ്പോ എടുത്തു തരികയാണ്. അമ്മക്ക് പോണം ഇപ്പൊ പോണം. അപ്പൊ പിന്നെ നേരെ കുഞ്ഞാമാന്റെ അടുത്ത് പോലെ ഉണ്ടാവും കൂടി കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നോടെ. കുഞ്ഞാമ്മ മനസ്സിലായില്ലേ, ഉപ്പാന്റെ അനിയന്റെ ഭാര്യ. തറവാട് വരെ തൊട്ടടുത്താണ്. വീഡിയോ ഒന്നും എടുക്കണില്ല, അവരേ ഉള്ളൂ. കുഞ്ഞാമ്മന്നെ ഉള്ളു. അപ്പൊ ഉമ്മാനായിട്ട് ഉമ്മ അവിടെ ഫുള്ള് നടത്താൻ കുറച്ചേരം ഇരിക്കുമ്പോ നമുക്ക് സമാധാനല്ലേ വീഡിയോ എടുക്കാൻ എന്തിനൊക്കെ. അപ്പൊ ഉമ്മ കൊറേ നേരമായി ഇഷ്ടായി. പത്തിരി അത് ഇതൊക്കെ കണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉമ്മാനെ അവിടെ അത് ഭക്ഷണം കഴിച്ചിക്കാണ് പോകുമ്പോ നേരം പോകും. പിന്നെ ഉമ്മാനെ എടുത്തു കൊടുത്തിട്ട് കഴിച്ചിട്ടാണ് പോവാന്. അവര് നമ്മള് കുറച്ച് വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്താ പിന്നെ ആദ്യം ചായ കുടിച്ചിക്കണേ, അതിന്റെ പുറപ്പോ വീണ്ടും ഉണ്ടാക്കിക്കണേ. എന്താ കാട്ടുക ഫുള്ള്. അപ്പൊ ഞമ്മള് വീഡിയോ കാര്യമൊക്കെ എടുത്ത് വന്നപ്പോ ഇവിടെ ആള് ഒരുപാട് കഷ്ടപ്പെട്ട് ചിക്കൻ കറി. കുട്ടി എവിടെ ഉമ്മ വെറ്റിലൊക്കെ വീണ ആ ഒന്നെടുത്താളേ ഉമ്മ കടിയണ്ട. എന്ത് കളിയാ അവിടെ പൊന്നോ, എന്ത് കളിയാ? ബീരങ്കി അങ്ങനെ കളിയുണ്ടാ? ആരാ തോറ്റേ? അപ്പൊ മോളൂസും കുഞ്ഞൂസും കുട്ടികളെ കൂടി നല്ല കളിയിലാവട്ടാ.
അല്ല ഒരു പ്രാവശ്യം ഇപ്പൊ ടൈം എത്ര 8:30 നേരം ഇങ്ങോട്ടൊക്കെ പാലക്കാട് നിന്ന് മലപ്പുറത്ത് എത്തണം ഞാൻ മതി കഴിഞ്ഞില്ലേ ഞങ്ങള് പോട്ടെ ഇതാ കള്ളത്തി ഇവിടെ ഞങ്ങളെ കൂടെ പോരാണ് വാ പോരെ ഇല്ല ഇല്ല ഇല്ലടി ഓളില്ല പനിക്കനോട് ഈ സാധനമല്ല നല്ലതാവില്ലേ കഴിക്കണത്. അല്ലേ നമ്മളൊക്കെ മധുരം നിന്നിട്ടല്ലേ തടിച്ചു ഓളും മധുരം നിന്ന് തടിച്ചോളൂ തടിച്ചോളൂല ഇല്ല നമ്മള് പോവാ പോവാ പോയി പടി വെക്കും എന്നോട് അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തി കുറച്ച് സാധനങ്ങളുണ്ട് കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മള് വാങ്ങിയ ബാഗ് കാണിച്ചു കേട്ടതാ നമ്മളെ പൊന്നൂര്. അപ്പൊ വീക്കോ ബാഗിന്ന് ഞങ്ങൾ വാങ്ങിയ ബാഗുകളാണ് അടിപൊളി, എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതണ്ടില്ലേ നമ്മള് ഇപ്പൊ അടുത്ത് ഇങ്ങനത്തെ ബാഗ് വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം, നല്ല ബാഗാണ്. അപ്പൊ ആവശ്യക്കാര് ആ ഭാഗത്തുള്ളവരൊക്കെ പോവുക വാങ്ങുക. ഇത് നമ്മളെ മോൾട്ടിക്കാട്ടാ, ഇതാ ഓൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്താണ്. ഇതാ ഓളാരോണിത് അടിപൊളിയാണ്, അടിപൊളി എന്താ പറയാ ഒന്നും പറയില്ല. പിന്നെ ഇത് നമ്മുടെ മോനുകളിലാണ് 3 ബാഗാണ് വാങ്ങിയത്. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഇതിന്റെ മനസ്സിലാവും. അടിപൊളി ബാഗാണ്, സൂപ്പർ ബാഗ്, ജസ്റ്റ് ഒന്ന് ക്വാളിറ്റിയാണ്. വിസിറ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയോട് ചേർന്നാണ് നിൽക്കുന്നത്. വലിയകുന്ന് കഴിഞ്ഞിട്ട് അമ്പലനടാന്ന് തോന്നുന്നു. അമ്പലനടന്ന് റൈറ്റിക്ക് 5 മൂല റോഡിന് പോവുക, പട്ടാമ്പി റോഡ് 5 മൂല കഴിഞ്ഞ സ്റ്റോപ്പ് നാടറമ്പ് കഴിഞ്ഞാൽ പള്ളിമൂല. പിന്നെ ഞങ്ങൾ ഇതിന് പൊന്നൂനുള്ള നോട്ട് ബുക്കും സാധനങ്ങളും വാങ്ങിയിട്ടുള്ളൂ. മോനൂര് പിന്നെ എന്താ ഏതൊക്കെയെന്ന് അറിയില്ല. പിന്നെ മോനൂര് പിന്നീട് വാങ്ങാൻ ശേഷം പൊന്നൂനുള്ള സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. പൊതിപ്പ് സാധനങ്ങള്, നോട്ട് ബുക്ക്, എന്തോ ഇതിന്റെ ഒരു ഫോട്ടോ കണ്ടതാ, എന്തോ ഒരു പേര് അറിഞ്ഞോനെ. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിലാണ് നോട്ട് ബുക്ക് അവിടെ കൊടുക്കുന്നത്. എല്ലാം പെന്നൊക്കെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ 49 ഉറുപ്പ്യക്ക് 10 പെന്നാണ്. ഒന്നും നോക്കണ്ട. അതിന് പേരെന്താണ്? അത് നമ്മള് കാണിച്ചതാണ്. അതെ, അതൊക്കെ നമ്മൾ കാണിച്ചതാണ്. അതെ, നല്ല നല്ല പെന്നും എല്ലാം ഓക്കെയാണ്. അപ്പൊ ഒരു സ്കൂൾക്ക് ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ മുതലും അതിലുണ്ട്. ഒന്നിനും പുറത്തേക്ക് പോകണ്ട, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങള് എന്താ പറയാ, കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പൊ സ്കൂളിന്റെ ടൈമല്ലേ. പിന്നെ കുടകളുണ്ട് ഇഷ്ടം പോലെ, ഏത് വെറൈറ്റി ആയിട്ടുള്ള കുടയും എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പൊ വിസിറ്റ് ചെയ്യാ, പോയിട്ട് കാണും ചെയ്യാം, വാങ്ങി വരിക. പിന്നെന്താ, ഇപ്പൊ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനല് ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ എത്ര ഉള്ളൂ വീഡിയോ. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.